ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ആഴ്ച നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഒരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഏത് സ്റ്റോക്ക് വാങ്ങണം, ഏത് സ്റ്റോക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റോക്കിനെയാണ് നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് വരുന്ന ഒരു സ്റ്റേജാണ്. മാർക്കറ്റ് വലിയൊരു അപ്പ് മൂവ്മെന്റിലേക്ക് പോകുന്നില്ല, പലപ്പോഴും പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ഡൗൺ മൂവ്മെന്റും കാണാൻ കഴിയുന്നുണ്ട്. മൊത്തത്തിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിന്റെ എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട, അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട 5 ഓഹരികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ചിലതിന്റെ റിസൾട്ട് വന്നു, മറ്റു ചിലതിന്റെ വരാനിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ് മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കി. നല്ല ഫണ്ടമെന്റൽസും ടെക്നിക്കൽ സാധ്യതകളുമുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഫോസിസ്, ICICI ബാങ്ക് പോലെയുള്ള പ്രമുഖ കമ്പനികൾ ഈ ലിസ്റ്റിലുണ്ട്. ഇവയുടെ Q3 ഫലങ്ങൾ, വരാനിരിക്കുന്ന റിപ്പോർട്ടുകൾ, റീസെന്റ് പെർഫോമൻസ്, പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ, ഇവയെല്ലാം കണക്കിലെടുത്ത് ഈ സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ശ്രദ്ധ അർഹിക്കുന്നു എന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഇൻഫോസിസിനെ തന്നെ പഠിക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ 26 Q3 റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പുതിയ തൊഴിൽ നിയമങ്ങൾ കാരണം 1289 കോടിയുടെ ഒരു വൺ ടൈം ലോസ് രേഖപ്പെടുത്തിയതിനാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 9.6% ഇടിവുണ്ടായി. വാർഷിക അടിസ്ഥാനത്തിൽ ഇയർ ഓൺ ഇയർ 2.2% ആണ് ലാഭത്തിലെ കുറവ്. എന്നിരുന്നാലും കമ്പനിയുടെ റവന്യൂ, വരുമാനം ഇയർ ഓൺ ഇയർ ഏകദേശം 9% വർദ്ധിച്ച് 45,479 കോടി രൂപയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇൻഫോസിസ് ഈ സാമ്പത്തിക വർഷത്തെ ഫിനാൻഷ്യൽ 26 റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 3 മുതൽ 3.5% വരെയായിട്ട് ഉയർത്തിയിട്ടുമുണ്ട്. ഇത് മാർക്കറ്റിന് നൽകുന്ന ഒരു പോസിറ്റീവ് മൊമെന്റം വളരെ വലുതാണ്. AI സംബന്ധമായിട്ടുള്ള പ്രോജക്ടുകളിലേക്കുള്ള വളർച്ചയും പുതിയ ഡീലുകൾ നേടുന്നതിനുള്ള ഇൻഫോസിസിന്റെ ആ ഒരു കഴിവും ഇൻവെസ്റ്റേഴ്സിനെ സ്റ്റോക്കിലേക്ക് വളരെയധികം ആകർഷിക്കുന്നു. അപ്പോ എന്താണ് കീ റീസൺസ് ഫോർ റെക്കമെൻഡേഷൻ? അനലിസ്റ്റ് സെന്റിമെന്റിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. റവന്യൂ ഗൈഡൻസ് ഉയർത്തിയത് അനലിസ്റ്റുകൾക്ക് പ്രതീക്ഷ നൽകുന്നു. ഇത് സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റത്തിന് കാരണമായി. തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റം മുന്നോട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ അതിന്റെ ഒരു 20-50 മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ടെക്നിക്കൽ ചാർട്ടിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ കാണാം. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ടും അപ്പ് മൂവ്മെന്റും നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ പിക്ക് തന്നെയായിരിക്കും ഇൻഫോസിസ്. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കായിട്ട് ഇൻഫോസിസിനെ നമുക്ക് മാറ്റാം. അപ്പൊ ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ICICI ബാങ്ക് ആണ്. 50-50 ഒരു പ്രധാന സ്റ്റോക്ക് ആയിട്ടുള്ള ICICI ബാങ്കിന്റെ Q3 റിസൾട്ട് ജനുവരി 17 ബാങ്കിന്റെ പ്രോഫിറ്റ്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, ലോൺ ഗ്രോത്ത്, ഇവയുടെ കണക്കുകൾക്കായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു പരിധി വരെ ഈ ഒരു Q3 റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കീ റീസൺസ് ഫോർ റെക്കമെൻഡേഷൻ: ഫണ്ടമെന്റൽസ് മികച്ചതാണ്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ മാർക്കറ്റിന്റെ ഗതിയെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. വരാനിരിക്കുന്ന ആഴ്ചയിൽ ICICI ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മാർക്കറ്റിന് നല്ലൊരു പുഷ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ റിസൾട്ടിന് മുന്നോടിയായിട്ട് സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണുള്ളത്. 1500 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് വർത്തിക്കുന്നുണ്ട്. അതേസമയം 1350 ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ ശക്തമായിട്ടുള്ള റിസൾട്ട് വന്നാൽ 1500 ബ്രേക്ക് ചെയ്ത് ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്കിൽ കൂടുതൽ കറക്ഷൻസ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെയും നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ഫെഡറൽ ബാങ്ക് ആണ്. ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്ക് കേരളത്തിൽ നിന്നുള്ള ആലുവ ആസ്ഥാനമായിട്ടുള്ള ഫെഡറൽ ബാങ്ക് ആണ്. ജനുവരി 16 ബാങ്കിന്റെ Q3 ഫിനാൻഷ്യൽ റിസൾട്ടുകൾ പുറത്തു വന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്വാർട്ടർലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ബാങ്ക് രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റ് 9% വർദ്ധിച്ച് 1041 കോടിയായിട്ട് മുന്നേറി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9.11% ഉയർന്ന് 2653 കോടിയിലെത്തി. ഈ മികച്ച റിസൾട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാങ്കിന്റെ ഗ്രോസ് NPA 1.72% ആയിട്ടും നെറ്റ് NPA 0.42% ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഇത് ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച നിലയിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. ടെക്നിക്കലി ഉള്ള മാർക്കറ്റ് റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ മികച്ച റിസൾട്ടിനെ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റ് വിലയിൽ ഏകദേശം 10% വരെ മുന്നേറ്റം ഉണ്ടായി. മുമ്പത്തെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 270 മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗിന് ശേഷം മുൻപ് റെസിസ്റ്റൻസ് ആയിരുന്ന 270-275 സോൺ ഇപ്പോൾ തന്നെ ഒരു നല്ല സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് സ്റ്റെബിലിറ്റി കാണിച്ചാൽ പുതിയ എൻട്രികൾക്കുള്ള നല്ല ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന്റെ ടെക്നിക്കൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്.
രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയിട്ടുള്ള ലാർസൻ ആൻഡ് ടൂബ്രോ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പദ്ധതികളിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തിടെ കമ്പനിക്ക് ലഭിച്ച ആയിരക്കണക്കിന് കോടിയുടെ പുതിയ ഓർഡറുകൾ അവരുടെ ഓർഡർ ബുക്കിനെ ഓൾ ടൈം ഹൈയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു റെക്കമെൻഡേഷനുള്ള പ്രധാന കാരണം അനലിസ്റ്റുകളുടെ ഒരു പ്രൊജക്ഷൻ ആണ്. പല ബ്രോക്കറേജുകളും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിന് മുൻഗണന നൽകുന്നതിനാൽ L&T പോലെയുള്ള സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റ സാധ്യത കാണുന്നുണ്ട്. JM ഫിനാൻഷ്യൽ പോലെയുള്ള ബ്രോക്കറേജുകൾ സ്റ്റോക്കിന് ഉയർന്ന ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ട്. അതേസമയം വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു മുൻനിര കമ്പനിയായിട്ട് L&T നമുക്ക് കാണാൻ കഴിയും. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് നിൽക്കുന്നത്. അനലിസ്റ്റുകൾ നൽകുന്ന 4000-4100 ടാർഗറ്റുകളിലേക്ക് മുന്നേറാൻ വളരെയേറെ സാധ്യതയുണ്ട്. താഴെ 1775 ഒരു പ്രധാന സപ്പോർട്ട് ലെവലാണ്. ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ഇൻഫ്രാ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന് ഒരു വലിയ സപ്പോർട്ട് തന്നെ നൽകിയേക്കും. ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് JTL ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റീൽ ട്യൂബ് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ സ്മോൾ ക്യാപ് കമ്പനി അടുത്ത കാലത്തായിട്ട് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇൻഫ്രാ കൺസ്ട്രക്ഷൻ സെക്ടറുകളിലെ വർദ്ധിച്ച ഡിമാൻഡ് ഈ കമ്പനിക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കീ റീസൺ ഫോർ റെക്കമെൻഡേഷൻ ഷോർട്ട് ടേം മൊമെന്റം ആണ്. അതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. ചാർട്ടിൽ സ്റ്റോക്ക് അതിന്റെ 200 ദിവസത്തെ മൂവിംഗ് ആവറേജിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരികെ കയറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജി അടുത്ത ഒരു സപ്പോർട്ട് 85 രൂപ നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മറികടന്നാൽ 90-100 വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മറിച്ചാണെങ്കിൽ 65 രൂപ നിലവാരത്തിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ്നെസ് ഒക്കെ നമുക്ക് സ്റ്റോക്കിനെ നമ്മളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇനി അടുത്ത ആഴ്ചയിലെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ച മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ആയതിനാൽ പ്രധാന സപ്പോർട്ട് ലെവലുകളിൽ സ്റ്റോക്കുകൾ പരിഗണിച്ച് സ്വിംഗ് ട്രേഡുകൾ നടത്തുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ICICI ബാങ്ക് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് 1500 മുകളിലോ 1350 താഴെയുള്ള ബ്രേക്കുകൾക്ക് അനുസരിച്ച് ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് മികച്ച റിസൾട്ടിനെ തുടർന്ന് നല്ല മുന്നേറ്റമുണ്ടായി. പ്രോഫിറ്റ് ബുക്കിംഗിന് ശേഷം ഒരുപക്ഷെ 270-275 ലെവലിൽ വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ട്. L&Tയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് അനൗൺസ്മെന്റുകൾ സ്റ്റോക്കിന്റെ ഗതി നിർണ്ണയിക്കും. 4000 മുകളിലുള്ള ഒരു ക്ലോസിംഗ് പുതിയ മുന്നേറ്റത്തിന് വഴിവെച്ചേക്കാം. JTL ഇൻഡസ്ട്രീസ് ഹൈ വോളിയം സ്പൈക്കുകളിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് സാധ്യതകൾ പരിഗണിക്കാവുന്നതാണ്. 85-65 നമുക്ക് രണ്ട് ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. അതായത് നമുക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻസ് ആൻഡ് റിസ്ക് എന്താണെന്ന് നോക്കാം. ബുൾ കേസ് നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിനെ പോലെയുള്ള പ്രമുഖ ബാങ്കുകളുടെ റിസൾട്ട് മികച്ചാണെങ്കിൽ അത് മാർക്കറ്റിന് പുതിയൊരു ഡയറക്ഷൻ നൽകാനും നിഫ്റ്റിയെ 25,850 മുകളിലേക്ക് നയിക്കാനും സാധിച്ചേക്കും. അതുപോലെ ബെയർ കേസിൽ FII സെല്ലിംഗ് തുടരുന്നത് മാർക്കറ്റിന് ഒരു വീക്ക്നസ് തന്നെയാണ്. നിഫ്റ്റിക്ക് 25,500 ലെവൽ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 25,300, 25,000 ലെവലിലേക്ക് കൂടുതൽ കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റികൾക്കിടയിലും 5 സ്റ്റോക്കുകൾ, അവയുടെ റിസൾട്ടുകൾ, മാർക്കറ്റ് പൊസിഷൻ, ടെക്നിക്കൽ സാധ്യതകൾ എന്നിവയെ കൊണ്ട് വളരെയധികം ശ്രദ്ധേയമാണ്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അനാലിസിസ് ആ സ്റ്റോക്കിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റിയ 5 സ്റ്റോക്കുകളാണ് ഇവിടെ ഇന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ 5 സ്റ്റോക്കുകളാണ്. ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട 5 ഇന്ത്യൻ സ്റ്റോക്കുകളെ കുറിച്ചുള്ള വിശകലനം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾക്ക് വളരെ കരുത്തേകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.